ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. രാജസ്ഥാനിലെ പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വീക്ഷിക്കും. രാവിലെ ജയ്സൽമേർ വ്യോമസേനാ സ്റ്റേഷനിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രചണ്ഡിൽ രാഷ്ട്രപതി യാത്ര ചെയ്തു. ഉയരം കൂടിയ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രചണ്ഡ് എന്ന ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ടശേഷിയുടെ മികവ് വർദ്ധിപ്പിക്കുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് സഹായകമാകുന്ന ദീർഘകാല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു ബജറ്റിന്റെ ഫലപ്രാപ്തി വിലയിരുത്തേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായുള്ള സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിൽ നടക്കുന്ന ബജറ്റാനന്തര വെബിനാറിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയമിച്ചിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പരിശീലന മൊഡ്യൂളിനെ എതിർത്ത സംസ്ഥാന സർക്കാർ തീരുമാനത്തോട് വിയോജിച്ച് സുപ്രീംകോടതി. ജുഡീഷ്യൽ ഓഫീസർമാർ യാതൊരു സ്വാധീനത്തിലും വീഴില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. SIR വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരുടെ 80 ലക്ഷത്തോളം വരുന്ന പരാതികൾ കൈകാര്യം ചെയ്യാൻ ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെ കൂടി നിയോഗിക്കാൻ ചൊവ്വാഴ്ച സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു. പശ്ചിമബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7,08,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 58 ലക്ഷത്തോളം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിനെ മറികടന്ന് തമിഴ്നാട് റെക്കോർഡ് വോട്ടിംഗ് സൃഷ്ടിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ ശ്രമം നടത്തുമെന്ന് ചെന്നൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധിയും ഓട്ടോമേഷനും ആഗോള ഭൂപ്രകൃതിയെ തന്നെ പുനർനിർമ്മിക്കുമ്പോൾ ഫ്യൂച്ചർ സ്കിൽ ലാബുകൾ പോലുള്ള സംരംഭങ്ങൾ യുവതയെ ഉന്നത ശ്രേണിയിലെ തൊഴിലിനായി സജ്ജമാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഫ്യൂച്ചർ സ്കിൽ സെന്റർ അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൈപുണ്യശേഷി കൈവരിക്കുന്ന യുവത രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി P രാജീവ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം പിൻവലിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശം നൽകി. കോടതിയെ അവഹേളിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 11-നാണ് കോടതി കേസ് വീണ്ടും പരിഗണിക്കുക. NCERT 8ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കോടതിയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾക്കെതിരെയുള്ള സുപ്രീംകോടതിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി V ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും ഡൽഹി കോടതി കുറ്റവിമുക്തരാക്കി. CBI കുറ്റപത്രം പരിഗണിക്കാൻ ഡൽഹി റോസ് അവന്യൂ കോടതി വിസമ്മതിച്ചു. കുറ്റപത്രത്തിൽ തെളിവുകളുടെ അഭാവമുണ്ടെന്ന് പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. കേസിൽ ഉൾപ്പെട്ട മറ്റ് 21 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. താൻ സത്യസന്ധനാണെന്നും സത്യം വിജയിച്ചുവെന്നും ശ്രീ കേജ്രിവാൾ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. KS ബൈജു ഇന്ന് ജയിൽ മോചിതനാകും. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. കൊളംബോയിൽ R പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.